സംസ്ഥാനത്ത് കെ ഫോൺ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹം ഇപ്പോഴും സംസാരിക്കുകയാണ് ചടങ്ങിൽ. അതിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുകയാണ്. അവിടെ പങ്കെടുത്ത എല്ലാവരും ഈ പരിപാടിയെ ഒരു ഉത്സവഛായയോടെയാണ് ഇന്ന് എതിരേൽക്കുന്നത്. എന്നാൽ ഇതുമായി സഹകരിക്കാൻ ഒരു കൂട്ടർക്ക് കഴിയുന്നില്ല. എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. അതിൽ ഒരാള് ഈ പദ്ധതി നാം ഉദ്ഘാടനം ചെയ്യുന്ന ആ സമയത്തിന് ഏകദേശം കുറച്ച് മുൻപായി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് കെ ഫോൺ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന പദ്ധതിയാണെന്നാണ്. ഏതെങ്കിലും ഒരു സാധാരണ ഒരാൾ വകതിരിവില്ലാതെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണെന്ന് കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇരിക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവെന്ന കസേരയിലാണ്. അദ്ദേഹമാണ് ഈ പദ്ധതി ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത്. ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് പ്രാവർത്തികമാക്കി ആ നിലയിൽ ജനങ്ങളാകെ വലിയ തോതിൽ സ്വീകരിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കൊഞ്ഞനം കുത്തല് സ്വയം തന്നെ അങ്ങ് ഏറ്റെടുത്താൽ മതി. അത് ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് തന്നെ നടത്തുകയാണ് എന്നത് ഇതിന്റെ ഭാഗമായി കാണുന്നത് നല്ലതാണ്. ഇവിടെ ഈ ഉദ്ഘാടന ചടങ്ങ് വലിയ ധൂർത്താണെന്നാണ് പറയുന്നത്. ഈ ധൂർത്തിന്റെ ഭാഗമായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. ഇവിടെ ഏത് ധൂർത്താണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. ഇതാണ് സാധാരണ രീതി. ഇത്തരത്തിലുള്ള ഈ നട്ടാൽ പൊടിക്കാത്ത നുണകൾ അതിങ്ങനെ വാരി വിതറാൻ നോക്കുക, ആ ഒരു രീതിയാണ് കേരളത്തിൽ പലപ്പോഴും സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ധൂർത്ത് എന്ന ആക്ഷേപമൊക്കെ ഉയരുന്നത്. അതിനൊന്നും മറുപടി വേറെ പറയേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് മാത്രം ഞാൻ പറയുന്നത്. എത്ര പരിഹാസ്യമായ രീതിയിലാണ് ഇതിനെ എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇതില് നിലവാരമില്ലാത്ത കേബിളുകളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു പരാമർശം നടത്താനിടയായത്? ഇതിലിവിടെ പറഞ്ഞു നമ്മുടെ ബെല്ലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുടെ ചുമതല ഏറ്റെടുത്തത്. ഇന്ത്യയിലെ പ്രമുഖമായ പൊതുമേഖലാ സ്ഥാപനമാണ്. ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം. അതിന്റെ വിശ്വാസ്യത സാധാരണഗതിയിൽ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷേ ഇവിടെ എന്തിനേയും എതിർക്കേണ്ടതുണ്ട്, കേരളത്തിൽ നടപ്പാക്കുന്ന എന്തിനേയും എതിർക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ബെല്ല് പോലുള്ള അതിവിശ്വസ്തമായ ഒരു പൊതുമേഖലാ സ്ഥാപനം അത് നടപ്പാക്കുന്ന പദ്ധതിയെ പോലും തെറ്റായി ചിത്രീകരിക്കാൻ ഈ മാനസികാവസ്ഥ ഇടയാക്കുകയാണ്. എത്ര പരിതാപകരമായ അവസ്ഥയിലാണ് എത്തുന്നത് നോക്കണം. പിന്നെ ദൂർത്ത് പറഞ്ഞാൽ പിന്നെ അഴിമതി അതിനോടൊപ്പം പറയണമല്ലോ. അപ്പോ ഓപ്റ്റിക്കൽ വയർ സ്ഥാപിച്ചതിൽ വമ്പൻ അഴിമതിയാണെന്നാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ആള്, ഈ ബെല്ലിന്റെ പ്രതിനിധി. അവര് അഴിമതി കാണിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ അനുഭവം അവർക്കറിയാം എന്താണെന്നുള്ളത്. ഇത് അവർക്കുള്ള അനുഭവം മാത്രമല്ല, കേരളത്തിലെ ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും സ്വകാര്യ സ്ഥാപനങ്ങളായാലും അവർക്കെല്ലാം മറ്റേതെങ്കിലും തരത്തിൽ പണം ചെലവിടാതെ, എല്ലാവർക്കും അറിയാലോ എന്താണെന്നുള്ളത്, ഈ പദ്ധതിക്ക് ചെലവിടേണ്ട പണം പദ്ധതിക്ക് തന്നെ ചെലവിടുക, മറ്റേതെങ്കിലും തരത്തിൽ മറ്റു വഴിക്ക് പണം ചെലവിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക. അത് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഈ കേരളത്തിൽ നല്ലതുപോലെ നിലനിൽക്കുകയാണ്. അത് അവർ തന്നെ അക്നോളജ് ചെയ്യുന്ന കാര്യമാണ്.
അതുകൊണ്ടാണ് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളം ഇന്ത്യയിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്ന് രാജ്യം റേറ്റ് ചെയ്തില്ലേ? ആ റേറ്റിങ്ങിനിടയാക്കിയത് ഇത്തരത്തിലുള്ള ആളുകളോടും സ്ഥാപനങ്ങളോടും കൂടി ചോദിച്ച് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ്. അപ്പം ആ രീതിയിലുള്ളൊരു നിർവഹണ രീതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തീർത്തും പരിഹാസ്യമായ അഴിമതി സ്ഥിരമായി ചൊല്ലുന്ന ആ പല്ലവിയും ചൊല്ലിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ പണമില്ലാതെ പെൻഷൻ മുടങ്ങുകയാണ്. അപ്പോഴാണ് ഈ ധൂർത്ത് നടത്തുന്നത്, ഇത് ഈ ഉദ്ഘാടന ധൂർത്ത് നടത്തുന്നത്. പെൻഷനായിട്ട് നടക്കുന്നുണ്ട്. ആ പെൻഷൻ മുടക്കാനുള്ള വഴികൾ വേറെ നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന് നമ്മൾ രൂപീകരിച്ച കമ്പനിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പെൻഷൻ മുടങ്ങുന്ന കാര്യമില്ല. പെൻഷനൊക്കെ കൃത്യമായി കൊടുക്കാൻ ബാധ്യതപ്പെട്ടതാണ് സർക്കാർ. അത് കൃത്യമായി കൊടുക്കുക തന്നെ ചെയ്യും. ഇതേവരെ കൊടുത്തിട്ടുണ്ട്, ഇനിയും അത് കൃത്യമായി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള ഒരു അത്യന്തം പരിതാപകരമായൊരു മാനസികാവസ്ഥ, അത് എന്തിന്, ആർക്കെതിര്? സർക്കാരിനല്ല അതെതിരായിട്ട് വരുന്നത്, നമ്മുടെ നാടിനും ജനങ്ങൾക്കും എതിരാണത്. ഈ നാട് തെല്ലും മുന്നോട്ട് പോകരുത്. ആ മുന്നോട്ട് പോകുന്ന ഏതൊന്നിനെയും, ഇത് മാത്രമല്ല ഏത് പദ്ധതിയെയും എതിർക്കാൻ തയ്യാറാകുന്നു. അതുമായി സഹകരിക്കാൻ പറ്റുന്നില്ല. ഏത് നല്ല കാര്യമായാലും സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതാണ് കേരളത്തിന്റെ പരിതാപകരമായ ഒരവസ്ഥ എന്നുകൂടി കാണണം. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മുടെ നാട് കേരളം ലോകരാജ്യങ്ങളുടെ ഗതിവേഗത്തിനൊത്തു തന്നെ നീങ്ങുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പു നൽകുന്നു. വളരെ സന്തോഷത്തോടെ കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റായ കെ-ഫോൺ ജനങ്ങൾക്ക് സമർപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനങ്ങൾ. സംസ്ഥാനത്ത് കെ-ഫോൺ പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. എല്ലാ പേർക്കും ഇന്റർനെറ്റ് എന്ന് പറഞ്ഞപ്പോൾ സ്വപ്നമെന്ന് കരുതി അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. കെ-ഫോൺ ജനകീയ ബദലാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷം ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഏറെ പ്രത്യേകത. നമുക്കറിയാം, AI ക്യാമറയിലും മറ്റും തുടങ്ങി കെ-ഫോൺ ഉദ്ഘാടനത്തിലൊക്കെ പ്രതിപക്ഷം തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി ആ ഘട്ടത്തിലൊക്കെ അതിനോട് മൗനമായിരുന്നു. മുഖ്യമന്ത്രി മറുപടി പറയാത്തത് പ്രതിപക്ഷം ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ കെ-ഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ എല്ലാ വിമർശനങ്ങൾക്കും എണ്ണി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നു. കുടിൽ വ്യവസായങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി വിൽക്കുന്ന കാലമാണിത്. അപ്പോഴാണ് അപരിഷ്കൃത ചിന്തകളുമായി ഇത്തരം കൂട്ടര് നമ്മുടെ നാടിനെ പിന്നോട്ടടിപ്പിക്കുന്ന വാദഗതികളുമായി തടസ്സങ്ങളുമായി രംഗത്ത് വരുന്നത്. പദ്ധതിയുടെ നേട്ടങ്ങളും എണ്ണി പറഞ്ഞു മുഖ്യമന്ത്രി. 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും ഇന്റർനെറ്റ് ലഭ്യമാക്കും. ടൂറിസം രംഗത്ത് വലിയ ചലനമുണ്ടാക്കാൻ കേരളത്തിന് കഴിയും. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവരുടെ ജോലി ചെയ്യാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരും കേരളത്തിൽ പിന്തള്ളപ്പെട്ടു പോകുന്നില്ല. എല്ലാവരും ഈ ഒരു റിയൽ കേരള സ്റ്റോറിയുടെ ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ്. ടെലികോം മേഖലയിലെ കോർപ്പറേറ്റ് ശക്തികളുണ്ട്. ഇതിനുള്ള ഒരു ജനകീയ ബദൽ മാതൃകയാണ് കെ-ഫോൺ പദ്ധതി. സർക്കാർ പദ്ധതികൾക്കെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിനുള്ള വ്യക്തമായ മറുപടി കൂടിയാണ് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. നേരത്തെ VD സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. കെ-ഫോൺ എത്ര കണക്ഷൻ നൽകിയെന്ന് ഇതുവരെ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കണം. കെ-ഫോണിന്റെ പ്രധാന ഭാഗമായ ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ കേബിൾ
ചൈനയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിന് കരാർ നേടിയ കമ്പനി എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചെന്നും സതീശൻ ആരോപിച്ചിരുന്നു. പുതിയ ഉദ്ഘാടനം അഴിമതിക്ക് വേണ്ടിയാണ്. 4.35 കോടി രൂപയാണ് ഈ ഉദ്ഘാടനത്തിന് ചെലവഴിക്കുന്നതെന്നും ഇത് ധൂർത്താണെന്നും സതീശൻ ആരോപിച്ചു. ഇപ്പൊ വീണ്ടും ഒരു ഇനാഗുറേഷൻ നടത്തുകയാണ്. ഈ ഇനാഗുറേഷന് 4.35 കോടി രൂപ ചെലവാക്കുകയാണ്. 4.35 കോടി രൂപ 5 പൈസ ഖജനാവിൽ ഇല്ലാത്ത കാലത്ത് പെൻഷൻ തുക പോലും മുടങ്ങിയിരിക്കുന്ന, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മുടങ്ങിയിരിക്കുന്ന ഇക്കാലത്ത് 25 ലക്ഷം രൂപയുടെ ചെക്ക് മാറാൻ പറ്റാത്ത ഈ കാലത്ത്, തളർന്നു കിടക്കുന്നവർക്ക് പോലും പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഈ കാലത്താണ് ഇതിന്റെ ഉദ്ഘാടന മഹാമഹത്തിന് വേണ്ടി 4.35 കോടി രൂപ, സർക്കാരിന്റെ 2ാം വാർഷികത്തിന് ചെലവാക്കിയത് 124 കോടി രൂപ. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് സർക്കാർ ഉഴലുമ്പോഴാണ് ഈ ധൂർത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധൂർത്തെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പുച്ഛിച്ചു തള്ളുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ഉദ്ഘാടന ചടങ്ങിൽ പെൻഷൻ മുടങ്ങുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി അല്പം മുൻപ് മറുപടി പറഞ്ഞു. പെൻഷന്റെ വഴിക്ക് പോകും, അത് കൊടുക്കാനുള്ളത് കൊടുക്കുന്നുണ്ട്, അതിന് പോലും തടയിടാൻ ശ്രമിച്ചവരാണ് പ്രതിപക്ഷമെന്നാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ഒരുമിക്കാം പരിസ്ഥിതിക്കായി. ന്യൂസ് 18 കേരളയുടെ നേതൃത്വത്തിൽ ഗ്രീൻ 18 ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി പച്ചക്കുട പദ്ധതിക്ക് തുടക്കമായി. തിരുവനന്തപുരം തൈക്കാട് LP സ്കൂളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പച്ചക്കുട പദ്ധതിയുടെ ഭാഗമായി. കൊച്ചിയിൽ DCP ശശിധരൻ IPS ന്യൂസ് 18 കേരളയുടെ ക്യാമ്പയിന് തുടക്കമിട്ടു. മാധ്യമങ്ങൾക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമായി പരിസ്ഥിതി ദിനത്തിൽ ന്യൂസ് 18ന്റെ ഗ്രീൻ 18 ക്യാമ്പയിൻ. തിരുവനന്തപുരം തൈക്കാട് മോഡൽ LP സ്കൂളിൽ മാവിൻ തൈ നട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18ന്റേത് മഹത്തായ ഉദ്യമമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വളരെ മാതൃകാപരമായ ഒരു ക്യാമ്പയിനാണ്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ഇവിടെ ന്യൂസ് 18 പച്ചക്കുട ക്യാമ്പയിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 കേരള എഡിറ്റർ പ്രദീപ് പിള്ള ആമുഖ പ്രഭാഷണം നടത്തി. മരങ്ങൾ മുറിക്കരുത്, ചെടി നടണം, വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കൃഷി ചെയ്യണം. ചെയ്യുവോ? അപ്പോ ഒരു വലിയ പ്രതിജ്ഞയുമായിട്ട് ഒരു അങ്കിള് കുറച്ചു കഴിഞ്ഞ് വരും. അതൊന്നും കേട്ട് പേടിക്കരുത്. വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ കൈമാറിയ ശേഷം ക്യാമ്പയിന്റെ ഭാഗമായി പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമായ രീതിയിൽ എന്റെ നിത്യജീവിതത്തിൽ സാധ്യമായ എല്ലാ മാറ്റങ്ങളും ഞാൻ വരുത്തുന്നതാണ്. കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് സ്കൂളിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ വിദ്യാർത്ഥികൾക്കൊപ്പം പച്ചക്കുട പദ്ധതിയുടെ ഭാഗമായി. സ്കൂൾ വളപ്പിൽ മന്ത്രിയും വിദ്യാർത്ഥികളും മരത്തൈ നട്ടു. തൈകളുടെ വിതരണവും നടന്നു. ന്യൂസ് 18ന്റെ പരിസ്ഥിതി ദിന ക്യാമ്പയിൻ കാലത്തിന്റെ അനിവാര്യതയാണെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കാനുള്ള ഈ ജനകീയ പോരാട്ടത്തിൽ നമുക്കൊന്നായി ചേരാം. ന്യൂസ് 18 ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. കൊച്ചി ഇടപ്പള്ളി സ്കൂളിൽ DCP ശശിധരൻ IPS വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. അക്ഷരത്തിന്റെ പുതുലോകത്ത് പിച്ചവെക്കുന്നവർ ഇവിടെ നിന്ന് ജീവിതത്തിന്റെ മറ്റൊരു സുപ്രധാന പാഠം കൂടിയാണ് പഠിക്കുന്നത്. പരിസ്ഥിതിയെ സ്നേഹിക്കുക, പരിസ്ഥിതിയോടിണങ്ങി ജീവിക്കുക. ടീം ന്യൂസ് 18. ഇനി ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. കാരക്കൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കാരക്കൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5520 രൂപ, പവന് 44,160 രൂപ, വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3615 രൂപ. കാരക്കൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. കാരക്കൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പച്ചക്കുട പ്രത്യേക പരിപാടിയാണ്.